സ്നേഹമുള്ളവരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് മീൻ എങ്ങനെ കൈകാര്യം ചെയ്തെടുക്കാം, തൊലി പൊളിക്കുന്ന മീനുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നട്ടർ എന്നറിയപ്പെടുന്ന മത്സ്യത്തെയാണ്. റെഡ് ബെല്ലി എന്ന പേരിൽ അറിയപ്പെടും. പിരാന എന്നും പറയാറുണ്ട് ഈ മത്സ്യത്തിന്. കാരണം ഇതിന് പല്ലുകളുണ്ട് എന്നുള്ളതാണ്. ഇതൊരു മാംസമുക്കായിട്ടുള്ള മത്സ്യമാണ്. എങ്കിലും ഞാൻ പച്ചലുകൾ മാത്രം കൊടുത്ത് ഫിഷ് ഫീഡ് കൊടുത്ത് വളർത്തുന്നൊരു മത്സ്യമാണിത്. ഇതിൻ്റെ മുകൾ നിരയിലും താഴത്തെ നിരയിലും മനുഷ്യനെ പോലെ തന്നെ പല്ലുകൾ ഉള്ളൊരു മത്സ്യമാണ്. നമുക്കിതിനെ എങ്ങനെയാണ് ഇതിനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ഇതിൻ്റെ തല ചെകിളയുടെ ഭാഗത്തു നിന്ന് നല്ല മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് രണ്ട് സൈഡും ചെത്തി മാറ്റുക. ഇതുപോലെ ചെത്തി മാറ്റുക. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. ചോരയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാല് മുറിച്ച് കളയുക. നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. വാല് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു ലെയർ ചിറകോട് കൂടി ചെത്തി മാറ്റുക. ഇതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ആണ് നമ്മൾ തൊലി പൊളിക്കേണ്ടത്. സാധാരണ നമ്മൾ തൊലി പൊളിക്കാറുണ്ട് എങ്കിൽ പോലും നമുക്കിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന മീൻ വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് ഈസി ആയിട്ട് ഈ മത്സ്യത്തിൻ്റെ തൊലി പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. തൊലി കത്രികയിൽ ചെറുതായി ചുറ്റിയതിന് ശേഷം കത്രിക പതിയെ തിരിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മത്സ്യത്തെ വാങ്ങുമ്പോൾ അതിൻ്റെ തൊലി പൊളിക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. നല്ല ടേസ്റ്റുള്ള മത്സ്യങ്ങളൊക്കെ ആണെങ്കിലും തൊലി പൊളിച്ചെടുക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം പലപ്പോഴും നമ്മൾ വാങ്ങിക്കാറില്ല. ഒരു സൈഡ് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ മറു സൈഡ് ഈ പറഞ്ഞ പോലെ അല്പം തൊലി മുകളിൽ നിന്ന് വിടുവിക്കുക. അതിനുശേഷം ഇപ്പോഴേ ചിത്രത്തിൽ കാണുന്നത് പോലെ കത്രിക ഇങ്ങനെ അങ്ങ് ചുരുട്ടി പിടിച്ചിട്ട് ചുരുട്ടി തൊലി മുഴുവൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പൊളിച്ച് മാറ്റാനായിട്ട് സാധിക്കും. നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ മീനെ ഫ്രഷാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ മത്സ്യത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള തോല് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മത്സ്യത്തിൻ്റെ ഉൾവശം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ വയറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നെയ്യാണ് കൂടുതലായിട്ടും ഈ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ളത്. കൂടുതലായിട്ട് അമിത ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ മത്സ്യത്തിൽ അധികമായിട്ട് നെയ്യ് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. വീട്ടാവശ്യത്തിന് വളർത്തുമ്പോൾ മിതമായ ഭക്ഷണം കൊടുത്ത് വലിയ വളർച്ചയില്ലാതെ പിടിച്ച് ഭക്ഷിക്കുന്നതാണ് നല്ലത്. മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് വയറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് കുറവാണ്. ഒരു മത്സ്യത്തെ നമ്മൾ വളർത്തിയെടുത്താൽ കൂടുതൽ ഭാഗം നമുക്ക് ഉപയോഗയോഗ്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. മത്സ്യം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്സ്യത്തെ കറിപ്പീസുകളാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മത്സ്യത്തിൻ്റെ ഉൾവശം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ നല്ലതാണോ മുള്ളില്ലാത്തതാണോ എന്നൊന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. ഈ മത്സ്യത്തിന് നല്ല മാംസം ലഭിക്കുന്നൊരു മത്സ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കുക. ഉള്ളിൽ മുള്ളുകൾ വളരെ കുറവാണ്, ഇടമുള്ളുകളൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ കൊള്ളാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെയ്യ് അല്പം കൂടുതലുള്ളൊരു മത്സ്യമാണ്. അതുകൊണ്ട് അമിതമായിട്ടുള്ള ആഹാരം കൊടുക്കാതിരിക്കുക. നല്ല ലാഭകരമായ ഒരു മത്സ്യകൃഷി കൂടിയാണ് നട്ടർ മത്സ്യം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇനി മത്സ്യം വാങ്ങിക്കുമ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ തോല് കളയുവാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ടിപ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.